333. No. I saidly I have some issue on something happening. Just I'm coming in 5 minutes. Okay. Coming in 5 minutes. Okay, wait here itself. I will come in 5 minutes. അല്ലല്ല വേണ്ട ആ കൊച്ചിനോട് ഗ്യാഗോസ് വരാൻ പറയാൻ എനിക്കതല്ലേ. Okay, then come to Gangos. जस्ट एक चीज बोलना चाहता हूँ. आपसे मोहब्बत करती हूँ बहुत शिद्दत से. किसी के कहने से नहीं, किसी से बातें करने से नहीं, बट आपके ऊपर फिदा हो चुका हूँ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. കുട്ടി എടാ, എപ്പോഴും അതല്ലേ പറഞ്ഞേ. ഒന്ന് പറഞ്ഞെടുത്തേ ഇവക്ക് ഹിന്ദി അറിയില്ലേ എനിക്ക്. എടാ ബാല, അതാ കൊച്ച് എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ വാസുമോനെ ആ കൊച്ച് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആരും പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ അല്ല. ഇതുകൊണ്ടാണെന്നാ പറഞ്ഞത്. ഇതെന്താ തപ്പണം, ഡിക്ഷണറി നോക്കണം. दिल से ആ ദിൽസേ, ആ നിന്റെ മനസ്സുകൊണ്ട് മനസ്സ് നിറഞ്ഞ മനസ്സിലായോ? സ്നേഹപ്പെടുന്നു. സോനൊരു ഹഗ് ഒരു വാസുമോനെ അങ്ങോട്ട് पूरा एक, ഒരു വാസുമോനെ ഹഗ്. गुजारना है, आपसे बात करना है, आपके साथ घूमना है, फिरना है. Like just I want to. Sarah, you can talk to him in English now. He is satisfied with your Hindi. Yes, very satisfied. Something. എന്തിനാ അപ്പാ എനിക്ക് മാറില്ലേ? It's me. Don't worry. മാറിക്കട്ടെ കുറച്ച്. Just I will call you. Just I'm coming in a 5 to 10 minutes. Sure. Where should I meet you? Okay, we can meet in front of Gangos. Family house, you can come to the family. Okay. I will call you. Okay, fine. താങ്ക് യു സാറ. നമ്മളെ ചാറ്റി വന്നു കേട്ടോ. ഓ ശരി സാറേ. റെപ്യൂട്ടഡ് ആണ്. ഇപ്പൊ വരുന്നുണ്ട് സാറേ, ഒരു 10 മിനിറ്റ് ഉള്ളൂ സാറേ. എവിടെയും പോകാൻ നിൽക്കുവാണോ? അല്ല പറയൂ മിസ്റ്റർ വാസ്. എന്താ? ഓക്കെ, അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വരാൻ അപ്പാപ്പനൊരു, ഞാനിത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇനിയിപ്പോ എന്തായാലും കാണിച്ചേക്കാം. ജസ്റ്റ് ഒന്ന് വണ്ടിക്കകത്ത് കയറും. Come, Eliama. വരൂ. എലിയാമേ, എലിയാമേ, ഇങ്ങോട്ട് വാ എലിയാമേ. എലിയാമേ, Yes? കേറ്, വണ്ടി കയറ്. I'm the most connoisseur guy in the city. അപ്പോഴാരും അധിക ദിവസം ഉണ്ടാവില്ലേ? ലോല തോളത്തേറ്റ പൾസല്ലല്ലോ. അല്ലല്ല പാലനേരെങ്കിലും എടുക്കേണ്ടി വരും കേട്ടാ. അവനൊന്നും ആരെങ്കിലും എടുത്തിടാ, അവന് ഹിന്ദി പോലും അറിയത്തില്ല കേട്ടാ. ബാല കയറ്, ഒരാൾ തോളത്ത് കയറ്. ഹലോ, Just I will be there in അവൻ ആ 5 വണ്ടി to 10 എടുത്തോ. minutes. I will call you. ഓക്കെ. ഹലോ. പോയി കേറുക. समझा देना. ഒന്ന് കയറിയോട്ടെ. ആരെങ്കിലും ഒന്ന് തോളത്തെടുക്കുക. നീ എന്നെ തോളത്തേട്ട്. അല്ലെങ്കിൽ വേണ്ട, വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ തരാം. പറഞ്ഞു. മച്ചാന്റെ മാത്രമേ വണ്ടി. ഇതല്ലോ. ആ ഷുവർ. Yeah. Okay. Bye. ബൈ സാറാ. ബൈ സാറാ, see you. സാർ എന്ത് ക്യൂട്ട് അല്ലേ ബാബാ? ആ സൗണ്ട് ഒക്കെ കണ്ടോ? ഭയങ്കര ക്യൂട്ട് cute. വോയിസ്. അത് കേട്ടപ്പോ തന്നെ മനസ്സിനകത്തൊരു അത് മാത്രമല്ല, ആ കൊച്ച ഹിന്ദിയിലെ വാസുവിനെ ബേബി എന്ന് വിളിക്കുമ്പോ അത് കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ. വാങ്ങോട്ടല്ലേ വിളിക്കുന്നേ, എലിയുടെ ശബ്ദം കുറവാട്ടോ ഭയങ്കര. അത് ഭയങ്കര ഹാർഷ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ തോന്നാത്തതാണ്. ഞാൻ എക്സുകളോട് അങ്ങനെ വലുതായിട്ട് അത്രയും അടുത്തോട്ട് വന്നൊന്നും സംസാരിക്കാറില്ല. അപ്പൊ ബാക്കിയുള്ള എല്ലാരും എക്സാം ഇവിടെ. അതുകൊണ്ടല്ലേ ഒരു പല്ല് കേൾക്കാത്തോണ്ടാ. അപ്പൊ അവനും ബാലിനൊക്കെ എക്സ് ആയിരുന്നാ? ആ ഇല്ല, നമുക്ക് കേൾക്കുന്നില്ല. അപ്പൊ അവർക്ക് കേൾക്കുന്നില്ലല്ലോ. You are in the car, you are the ex, okay? Ex of my life, okay? So because you are in the car, I can't speak loud. അല്ലല്ല, ബുദ്ധിമുട്ടി ഇംഗ്ലീഷ് പറയണ്ട. ആ പഠിപ്പും വിവരമുള്ള കൊച്ചു പറയണ പോലെ എന്തിനാ നീ നിൽക്കണേ? മര്യാദ സംസാരിച്ചു, മലയാളം അറിയാലോ നമുക്ക് അങ്ങോട്ട് കൊണ്ടോ. പിന്നല്ലാതെ ആ കൊച്ചിന്റെ ഇംഗ്ലീഷ് കേൾക്കൊരു രസം ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഇത് മറ്റേ ABCD പറക്കി ഐ ക്യാൻ വാട്ട് യെസ് നോ പാർട്സ് ആർ യെസ് ആർ ബൈ എക്സ് വൈ. Okay, like because reputed people like talk like this, so like the shit lady is over there.
player. ചിറ്റി ലേഡി Shit lady ആ. Lady ना, उधर से एक lady ना उधर. ഹിന്ദി ഹിന്ദി ആ, ഇതില് വിളിച്ചോ പോയി better. എന്തെങ്കിലുമൊക്കെ പറയണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം അത് മതി. ജീവിതം കോഞ്ഞാട്ടെ ആയവർക്ക് എന്തും പറയാലോ. നമ്മളല്ലേ അനുഭവിക്കുന്നത്. സിറ്റിയിൽ എന്തോ വലിയ കേസ് പെട്ടിരിക്കുകയാണ് ഇപ്പം ആള്. വലിയ കേസൊന്നും അല്ലടാ. അതൊരു ചെറിയ കേസാണ്. അത് എന്താണ് കേസ് എന്താണ്? ചെറിയ കേസ് ആരെങ്കിലും പിടിച്ചു പറിച്ചാ എന്റെ പിടിച്ചു പറിച്ച പോലെ എന്നെ പോലെ എല്ലാരും അങ്ങനെ വെറുതെ വിടൂല കേട്ടാ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ചിട്ടാണ് നിങ്ങൾ എന്നെ തേച്ചെങ്കിൽ എനിക്കൊരു അന്തസ് ഉണ്ടായിരുന്നു. അന്തസ് പിടിച്ചു പറിച്ച സോറി മോട്ടിച്ചിട്ട് നിങ്ങളെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിച്ചോണ്ടായിരുന്നു നിങ്ങൾ എന്നെ തേച്ചെങ്കിൽ ഞാനങ്ങ് സഹിച്ചേനെ. ഞാൻ പറ്റില്ല. ഞാൻ തേച്ചെന്നാ ഏലിയാമ്മയെ അങ്ങനെ പറയരുത്. ഏലിയാമ്മ മോട്ടിച്ചുകൊണ്ട് തന്നെയാണ് വാസുമോന് ഇത്രയും വിഷമമായത് അല്ലേ വാസുമോന്? പിന്നല്ലാതെ എന്ത് മോഷ്ടിച്ചു മിസ്റ്റർ പരിന്തവാസു? Excuse me? വാസുമോന്റെ Can you please explain? വാസുമോന്റെ ഹൃദയം ഒന്ന് നിർത്ത്. Please, I wanna vomit. Okay, please. കാറ് തുറക്ക്, please. അപ്പാ കവർ കെട്ടി എറിയ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാ. വേണ്ടല്ലേ? ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആളുടെ കോട്ട് തുറന്ന് ഞാൻ ഛർദ്ദിക്കും. അമ്മാതിരി സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ആ സ്ഥാനത്ത് സാറെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് രസമായിട്ട് ഒരു ഇതായിരുന്നു അത് കേൾക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പാപ്പ. അറ്റ്ലീസ്റ്റ് ചന്ദ്രനെ പോലെ ചന്തിയിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയും പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ചന്തിയിൽ ഹൃദയം. ചന്ദ്രന്റെ ഹൃദയം ചന്തിയിലേക്ക് കണ്ടായിരുന്നാ? ആ അലീന എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ടെന്ന് അവിടെ. എന്തൊക്കെയാ പെണ്ണുങ്ങളെ തമ്മിൽ സംസാരിക്കുന്നത്? സത്യം നമ്മളിങ്ങനെ സംസാരിക്കണ്ടാണ് ഡീസന്റ് അല്ലണ ആൾക്കാർ നമ്മളൊക്കെ മറ്റേ കുപ്പി ബ്രാൻഡ് രണ്ട് അടിച്ച് മുതുക്കാണല്ലോ മാർക്കിയതേക്കണേ. അല്ലല്ല റൈറ്റ് മേളിൽ കൂടെ വാസുമോന്. ഒരു സെക്കൻഡ് ഇത് മുതുക്കിലോട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ എനിക്ക് പോകാറ്? മീനുട്ടി. അയ്യോ ഞാനോർത്ത് അവിടെ ആരുടെ കൂടെ പോയെന്ന്. അയ്യോ മീനുട്ടി ഇപ്പൊ ഞാൻ ആരെങ്കിലും വെച്ച് പിക്ക് ചെയ്യാം. അതെങ്ങനെ എന്റെ കൊച്ചു കയറി ഇരിക്കാനുള്ള സീറ്റ് ഇതിലേക്ക് കയറിയിരുന്ന ലൊക്കേഷൻ എന്റെ കൊച്ചിന്റെ സീറ്റ് അല്ലേ ഇത്? ഒരു വണ്ടി എടുത്താൽ ഞാൻ പേടിയല്ലേ? അത്യാവശ്യമായിട്ട് കക്കൂസി പോണം. എന്തോ ഒന്ന് വണ്ടി തുറക്കുമോ? ഒന്ന് സംസാരിച്ച ഇല്ല ഈ വണ്ടി ലോക്കാണ് ആക്ച്വലി. ഇത് അത് മേളോട്ട് എനിക്ക് മേളോട്ട് അണ്ണാ ഞാൻ പോയി വിളിച്ചോട്ട് വരട്ടാ. എനിക്ക് ഇറങ്ങാൻ പറ്റും. അതായാലും ലോക്ക് ചെയ്തടാ. ആ ശരിയാത്തില്ല പോലെ എനിക്ക് ഇറങ്ങാലോ അണ്ണാ. അണ്ണാ ഞാൻ പോയി പെട്ടെന്ന് വിളിച്ചോട്ട് വരാണ്ണാ. കള്ളിയെ നീ ഒളിച്ചു നടക്കണ നീ. പെട്ടെന്ന് മിസ്റ്റർ പരന്തവാസു, നിങ്ങൾ കൺമണിയെ കയറി പിടിച്ച കേസ് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ആ കൺമണിയെ കയറി പിടിച്ച കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ കേസ് ദൂരാ നോക്ക്. പെട്ടെന്ന് പെരട്ടെ. നാണമുണ്ട് നിങ്ങൾക്ക്? നാണം ഒരു ഇച്ചിരിയെങ്കിലും എനിക്ക് നാണമില്ല. എനിക്ക് നാണമില്ല. നാണമില്ലാത്തല്ല എനിക്ക് പണ്ടേ അറിയാം. ആ അതെ എനിക്ക് നാണമില്ല. ആ അതെ ഏലിയാമ്മേ കുറച്ച് സ്നേഹം കാണിച്ച ചിലപ്പോ വണ്ടി വിട്ട് നനങ്ങുമായിരിക്കും കേട്ടോ. ഈ ചണ്ടി പോലെ വെറുതെ ഇല്ലാത്തതിന്റെ അടുത്തൊക്കെ ഞാൻ എന്തിനു സ്നേഹം കാണിക്കണേ ആ പാപ്പ? കുഴപ്പമില്ല പറയട്ടെ. ആ സമയത്ത് ഞാൻ 10 വാഴ പോട്ടെ. ഞാൻ കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ച് ഞാൻ വണ്ടി എടുക്കാവേ. വാസന നമുക്ക് ആ മുതുക്ക് വരെ ഒന്ന് പോയി കുറച്ച് കാര്യങ്ങള് പണ്ടത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ വിളിച്ച് കേക്കട്ടെ. വാസന ആ മുതുക്ക് വരെ പോയി പോരെ അങ്ങോട്ട് എത്തിയില്ല. അവിടെ എത്തിയില്ല. ഒരു ഡാർലിംഗ് ഒക്കെ വിളിച്ചാൽ ചിലപ്പോ ശരിയാവായിരിക്കല്ലേ? അതിന് എന്റെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ. ഇനി ആ പെണ്ണ് വന്ന് എന്നെ ഇല്ല അങ്ങനെയൊന്നും പറയില്ല. ഇതൊക്കെ നമ്മുടെ ഇടയ്ക്ക് മാത്രമേ നിൽക്കുള്ളൂ. അണ്ണാ അവര് പറഞ്ഞു ഇതേതോ പെറ്റി കേസ് നമ്മൾ ഒഴിവാക്കിയെന്നൊക്കെ അവര് പറയുന്നത്. ഞാൻ പറഞ്ഞ എന്തോ കണ്ടോണ്ടാ പിന്നെ എന്നെ പിറക്കി കെട്ടി. നിങ്ങളുടെ മനസ്സിലൊരു പെടൽ. നിങ്ങൾ വിഷമാണ് മിസ്റ്റർ പരിന്തോഷ്. അണ്ണാ ഇതേതോ പോക്കറ്റ് അടിച്ച കേസാന്നൊക്കെയാണ് എന്ത് പറ്റിയെന്ന് അണ്ണാ വരച്ചാറില്ല അണ്ണാ. എന്ത് പറ്റിയണ്ണാ? ഞാൻ എന്തോ ചെയ്തണ്ണാ? പല അവരോട് ഒന്നും കൂടെ കറക്റ്റ് ആളുടെ പേര് എടാ ഫ്രണ്ടിൽ തോളത്തിരിക്കുന്ന അവരെ കൂടെ ഇറക്കി വിടറ വല്ല കൂടെ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞിട്ട് പോവാ വല്ലതൊക്കെ അറിയാലോ. ഞാൻ ഇങ്ങനെ കൊണ്ട് എത്തിച്ചു വെച്ചിരുന്നതാ. അത് ഇങ്ങനെ
എന്നാലും ഒരു സ്നേഹത്തോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ എനിക്കൊന്ന് പേര് ബാലം പറഞ്ഞാൽ മറപ്പോയതാകില്ലേ അല്ലല്ല ഈ സിറ്റിയിൽ ഒരൊറ്റ എലിയുള്ളത് ഞാനാണ്. എലിയല്ല ഞാൻ പോയി പറഞ്ഞത് നമ്മുടെ ഇതാണല്ലോ. അയ്യോ അലീനെന്നാ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് ആള് മാറിയത് മനസ്സിലായോ? നിങ്ങളോട് എലിയാമ്മ ഞാൻ എന്നുള്ള എന്തോ പേര് പറഞ്ഞ ചെയ്തോടോ? ഞാൻ നിങ്ങളോട് എന്തോ ചെയ്തോടോ പന്നക്കളവാ? നിങ്ങളോട് ഞാൻ എന്തോ സാറേ ചെയ്തു? സാറേ സാറേ ഇതാ കള്ളി അതാ അല്ല പുള്ളിക്കാരി വരുമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു 10 മിനിറ്റ്. പക്ഷേ വരത്തില്ലായിരുന്നു സാറേ, മുങ്ങി നടക്കുമായിരുന്നു മനസ്സിലായോ? അല്ല ഞാൻ പറഞ്ഞില്ല. അല്ലല്ല പറഞ്ഞായിരുന്നു സുരേഷ് വെറുതെ പരിപാടി നടത്തുമായിരുന്നു. പറഞ്ഞായിരുന്നു ഓൾറെഡി അവൻ ഇൻഫോം സാറേ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നോ സാറേ? സാറേ ആ പരിപാടി കഴിഞ്ഞപ്പോ ഉടനെ ആ അതാ വന്ന് 10 മിനിറ്റ് ഇപ്പൊ നോക്കി ആൾക്കാർ വരുന്നുണ്ട്. സാറേ, സാറേ, ആൾക്കാരെ ഞാൻ- കംപ്ലൈന്റ് ഉണ്ടെന്നാ പറഞ്ഞേ. സാറേ ഞാൻ കൊണ്ടുവന്നത് ആ പഴയ കേസിന് വേണ്ടിട്ടല്ല സാറേ, എനിക്കൊരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനിയും കേസുണ്ടോ? ഓക്കെ അതെ. എല്ലാവർക്കും കേസ് വരും. പിന്നെ പറയാം. ഇറങ്ങി എല്ലാരും കൂടെ ഇറങ്ങി. ഇല്ല സാറേ ഭരച്ചത് സാറുണ്ടോ? ഇല്ല പരസ്പര സാറല്ലല്ലോ. ഇല്ല. ഇല്ല അണ്ണാ ഇവിടെ ലോക കള്ളിയാണ് ഇവള്. ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ പിടിക്കാൻ നിൽക്കുന്നു. ഹണി ട്രാപ്പ് ഓഹോ എല്ലാരും വിളി എല്ലാരും വിളി. എല്ലാം പറഞ്ഞ മച്ചാനെ പറയാനുള്ളത്. ആ വാ തുറന്ന് പറഞ്ഞോ. വരുന്നുണ്ട് എല്ലാരും വിളിച്ചു നിർത്തോ. ഹണി ട്രാപ്പ് അല്ലേ ഹണി ട്രാപ്പ്. ജംഗ്ഷനിൽ സ്കൂള് പണിയുന്നു, ബസ് സ്റ്റാൻഡ് പണിയുന്നു, ഇതിനൊക്കെ പൈസ എവിടെ വന്നത് നമുക്ക് അറിയണ്ടേ? വാസവനെ കുറച്ച് വണ്ടി മുന്നോട്ട് എടുത്ത്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് സ്ഥലം മേടിക്കുന്നു, ബിൽഡിംഗ് പണിയുന്നു, എവിടുന്ന കാശ് വരുന്നത്? അറിയണ്ടോ? രണ്ട് വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ദേവകുട്ടിയുടെ കയ്യിലുണ്ട്. ഇപ്പൊ കാണിച്ചു തരും. അവസാനം വണ്ടി ഞാൻ കാണിച്ചു ഏത് ദേവകുട്ടിയുടെ കയ്യില്? പ്രമുഖര് വന്ന് ചോദിക്കണം. അല്ലാതെ ഞാൻ ഒരുത്തനും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരുന്നത് കേട്ടല്ലോ. ഓ, പ്രമുഖർക്ക് മാത്രമേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുള്ളൂ അല്ലേ? കൊടുക്കത്തുള്ളു അണ്ടനും അടവിടെ വന്നപ്പോ ഞാൻ കൊടുക്കത്തൊന്നുമില്ല. ഓ, കാണിച്ചു തരാം ഞാൻ. ദേവകുട്ടി എല്ലാം തയ്യാറാക്കി വെച്ചോട്ടാ. കംപ്ലൈന്റ് പറഞ്ഞു. ബാലടാ ദേവട്ടിനെ എടുത്തിട്ട് പോയേ. കാരക്കേറി ലോക്കി ദേവകുട്ടി. ഓക്കെ നാളെ വണ്ടി ഇറക്കാവോ? സ്നേഹം മാത്രം. സാറേ അതല്ല സാറേ, ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്, അതുപോലെ ഇറക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ഗോസ്ഫറേ, നിന്റെ പരാതി ഈ സാറിനോട് പറ. പരാതി ഹണി ട്രാഫി പെടുത്തി ആ സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറ. സാറിനോട് ഇവിടെ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞോ? ഓൾറെഡി ഉണ്ട്. ഈ പുള്ളിക്കാരെ കിട്ടുന്നത് എടി വല്ല പണിയെടുത്ത് ജീവിച്ചോടി ആൾക്കാരെ പാറ്റി ജീവിക്കാതെ. അണ്ണ ഒരു അർത്ഥം വരുന്നുണ്ട്. അവനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോനെ ബ്ലൈൻഡി അല്ല കണ്ണു ചെയ്യാൻ തന്നെ ഞാൻ കണ്ണ് കാണാത്തവരെ ഇങ്ങനെയുള്ളവരൊക്കെ പ്രിൻസിപ്പൾ ആവാമോ? ബ്രോ കണ്ണ് കാണാത്ത ബ്രോ എന്താ പറയൂ, ഒന്നും പറയൂ പ്ലീസ്. ബ്രോ ഒന്ന് എലി എന്താണ് താങ്കളെ പറ്റി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കൊന്ന്. കണ്ണ് കാണാത്ത ആളാ? ഹലോ ബ്രോയ്ക്ക് എന്താണ് ബ്രോ ഞാൻ ചെയ്തത്? അതവൻ അവന് കണ്ടില്ലല്ലോ. പറയാനുള്ളത് ഒരു മിനിറ്റ്. ആ സുഹൃത്തിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞല്ല, നമ്മള് റെക്കോർഡിംഗ് ആണ്. എല്ലാം തുറന്നു പറഞ്ഞോടാ, നിന്റെ സമയം. ആ പറഞ്ഞു പറയുന്നത് കേൾക്കാവോ ആർക്കെങ്കിലും? ഇല്ല. ആ പറയുന്നില്ലല്ലോ. അവല്ല പറയുന്നുണ്ടോ വാസവനെ? ഫോണിനകത്ത് മറ്റേ വീഡിയോ എടുത്ത് നോക്കുമല്ലോ, അത് വല്ല കേൾക്കാൻ പറ്റും. പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കുന്നില്ല. നമ്മള് കേൾക്കുന്നുണ്ടല്ലോ, പച്ച എടാ ചെയ്യുപോയാ. അപ്പൊ നമുക്ക് ശരി കേൾക്കാതായി ചേട്ടാ. വാസവനെ മറ്റേ ഫോൺ എടുത്തിട്ടേ അതില് മറ്റേ ലൈവിന്റെ സൗണ്ട് ഇച്ചിരി കുറവാ. നല്ലോണം കേൾക്കാൻ പറ്റും. മച്ചനെ പറഞ്ഞു വേറെ ഇനിയുണ്ടോ ആൾക്കാർ വരാൻ? തള്ളിയുടെ ഒക്കെ കോൺഫിഡൻസ് നോക്ക്. സംസാരിക്കാൻ പോലും എന്റെ പൊന്നിലിയ പാവ സംസാരിക്കാൻ പോലും പറ്റാത്ത പയ്യനെയൊക്കെ പറ്റിക്കാന്ന്. ഒരു സെക്കൻഡ് എടാ ഒന്ന് താഴെ ഇറങ്ങിയടാ. അയ്യോ നീ എന്റെ പെണ്ണുമ്പിള്ളയാണല്ലോ രക്ഷിച്ചോണ്ട് ഞാനിങ്ങനെ പറന്നു പോവാം. തിങ്കട് തക്കട തിങ്കട്. എടീ കള്ളി സ്നേഹം പറക്കട്ടെ. സ്നേഹം അല്ലേ വാസവനെ? അതെ സ്നേഹം പറപ്പിക്കുവാണെങ്കിൽ രക്ഷിക്കാതെ. എന്റെ തൂറി കവർക്കട്ടെ എറിഞ്ഞോടാ മുഖത്ത്. എടി നീ നാട് മൊത്തം പറ്റിച്ചിട്ട് ഈ ഒരു സ്കൂൾ ഉണ്ടാക്കി ജീവിച്ചാൽ ഇതൊക്കെ ആശുപത്രി കളയാനേ ഉണ്ടാവുള്ളൂ ഈ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക്. മനസ്സിലായേ?
എന്റെ പൊന്ന് മിസ്റ്റർ സോറി എന്റെ പൊന്നല്ലാത്ത മിസ്റ്റർ പരുന്തുവാസു, എനിക്ക് ആ കേസോട്ട് ഒരു ബന്ധമില്ല. എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല ആ കേസ്. അല്ല, പിന്നെ- ആ കണ്ണ് കാണാത്ത പയ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്റെ ഒരു ചോദ്യം, എന്റെ ഒറ്റ ചോദ്യം, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കുവോ? രക്ഷിക്കാം. ഇവിടുന്ന് മൊത്തം കേസ് ചെയ്ത് ഞാൻ ഒഴിച്ച് രക്ഷിക്കാം. ഓക്കെ ഓക്കെ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു പണിയില്ലാതെ സിറ്റിയിൽ തേര പര ശശികൊക്കിന്റെ ഒക്കെ കൂടെ നടന്ന നിന്റെ സ്കൂളും ഇതൊക്കെ തുടങ്ങാൻ എവിടെ നിന്നാണ് കാശ് കിട്ടിയത്? ഞാൻ എന്റെ കാശ് കൊണ്ട് തുടങ്ങിയ സ്കൂൾ അല്ലത്. ഞാൻ ലോൺ എടുത്ത് തുടങ്ങിയ സ്കൂളാണ്. ഏത് ബാങ്കിലെ ലോൺ? എടുത്താണ്. ഈ ബാങ്കിലല്ല, ഞാൻ പലിശക്ക് എടുത്തതാണ്. ഇവിടുത്തെ ഷാജി ബാബർ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറിന്റെ കയ്യിൽ നിന്ന്. അയാൾക്ക് ഇപ്പോഴും ഞാൻ മാസം എണ്ണി കൊടുത്തു.